കാരണം അവർക്ക് അവരുടെ ഗവൺമെൻറ്റിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഇവിടുത്തെ കാശ്മീരിലേക്ക് സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശരി ആ സബ്സിഡിയുടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ്, ഇപ്പം സബ്സിഡിയുടെ ആവശ്യമില്ല. 370 ആർട്ടിക്കിൾ പോയി. നിങ്ങൾ ഓട്ടോണമസ് ഗവൺമെൻറ്റായിട്ട് മാറി. നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ ടൂറിസവും എല്ലാം ഡെവലപ്പ് ചെയ്തു തന്നു. ഇപ്പം സബ്സിഡിക്ക് അവർക്ക് ആവശ്യമില്ല. മറ്റെന്താ വരുമാനമില്ല. ഈ 2 രൂപയ്ക്ക് അരി കൊടുത്തിട്ട് അതും വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ 2 രൂപയ്ക്ക് രാജ്മയും ഇതും കിട്ടും. അപ്പോൾ ഈ രാജ്മയും ചാവലും കഴിച്ചുകൊണ്ട് ജീവിക്കുക. പഞ്ചാര ഉണ്ടാവും ഒരു ഡ്രമ്മ നിറച്ചിട്ട് വിൻ്റർ സീസണിലേക്ക്. അതിൽ നിന്ന് ലൈഫ് മാറി. ഇന്നവിടെ സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്. ഇന്നവിടെ കംപ്ലീറ്റ് ഫോറിൻ ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഉണ്ട്. ഇതൊന്നും കേട്ടുകേൾവില്ലാത്തൊരു കാശ്മീരിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പകരം അവിടുത്തെ ലോക്കൽ ഫുഡും ഫ്രൂട്ട്സും ആ ഒരു ഉണക്ക റൊട്ടിയുണ്ട്, വലിയ റൊട്ടി. അത് പൊടി പിടിച്ച് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതും വാങ്ങിച്ച് തിന്നുകൊണ്ട് നടക്കുന്ന ഒരു കാശ്മീർസ് ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്നവിടെ ഫാസ്റ്റ് ഫുഡ് ജോയിൻസും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ കാശ്മീർ?